ഹലോ, ഒരു ജർമ്മൻ മൂവി കാണാൻ പോവാണ്. വരുവാണെ ഒന്നിച്ചു പോവാം. ജർമ്മനിയിലെത്തി ഒരു വർഷമായിട്ടും ജർമ്മൻ മൂവീസോ എന്തിന് ഇവിടുത്തെ കീനോ, അതായത് തിയേറ്റർ കണ്ടിട്ടില്ലാത്തത് ഒരു കുറച്ചിലായതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഒന്നും നോക്കിയില്ല. നേരെ കീനോയ്ക്ക് വെച്ച് പിടിച്ചു. കൊള്ളാം, നല്ല തിയേറ്ററാണ് കേട്ടോ. ഇപ്പൊ ഷോ ഉള്ള മൂവിയുടെ നെയിമുകളും അതിന്റെ സമയവും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഉള്ള മൂവി നോക്കിയപ്പോൾ ഫ്യോർ ഇമ്മർ ഐൻ ടൈൽസൈറ്റ് ഫോൺ ദിയർ, ഈ മൂവിയാണ് കണ്ടത്. ഈ മൂവിയിൽ ആരാണെന്നോ എന്താണെന്നോ എങ്ങനെ ഇരിക്കുന്നുവെന്നോ ഒന്നും അറിയാത്തതുകൊണ്ട് ഒരു കൺഫ്യൂഷനും വന്നില്ല. അതിന് തന്നെ ടിക്കറ്റ് അങ്ങ് എടുത്തു. നാട്ടിലെ പോലെ തന്നെ പോപ്കോൺ, സ്വീറ്റും ഉണ്ട്, സാൾസും ഉണ്ട്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്, ബിയർ ഉണ്ട്, അങ്ങനെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പോപ്കോൺ, സാൾസും കോളയും സോഡ വാട്ടറും വാങ്ങി നേരെ കഫറ്റീരിയയിൽ വെയിറ്റ് ചെയ്തു. ഈ പോപ്കോണിന് നല്ല ഉപ്പാണ് കേട്ടോ. മിറ്റ് സാൾസ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ജർമ്മൻ മൂവീസ് കാണാനും മാത്രം ജർമ്മനിൽ പ്രാവീണ്യം വന്നോ നിനക്കെന്ന് എൻ്റെ മനസാക്ഷി എന്നോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞതുകൊണ്ട് കക്ഷിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആള് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ 4-ാം നമ്പർ സ്ക്രീനിലേക്ക് വച്ച് പിടിച്ചു. നല്ലോണം ആളുണ്ട് കേട്ടോ. എല്ലാവരും ജർമ്മൻസ് ആണ്. അവരെ കാണാതെയൊക്കെ ഞാൻ 1-2 വീഡിയോ ഒക്കെ എടുത്തു. ഇവറ്റകൾക്ക് ഇതൊന്നും പിടിക്കില്ല. വെറുതെ ചീത്തവിളി കേൾക്കണ്ടല്ലോ. സീറ്റിംഗ് ഒക്കെ പറഞ്ഞാൽ ജസ്റ്റ് കൊള്ളാമെന്നേ എനിക്ക് പറയാൻ പറ്റും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലും ഇപ്പോൾ അടിപൊളി തിയേറ്റേഴ്സും മൂവിങ് സീറ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ പുതുമയൊന്നും തോന്നിയില്ല. അങ്ങനെ ഫിലിം സ്റ്റാർട്ടായി. സംഭവം കൊള്ളാട്ടോ, നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിയുമെന്ന്. ഒരു ഫീൽ ഗുഡ് മൂവി. പ്രത്യേകിച്ച് സസ്പെൻസോ അല്ലെങ്കിൽ ഫൈറ്റോ ഒന്നുമില്ല. ഒരേ താളത്തിൽ പോകുന്ന നല്ലൊരു മൂവി. എനിക്കിതിലെ ഹീറോയെ അങ്ങ് നല്ലോണം ഇഷ്ടമായി കേട്ടോ. നല്ല ആക്ടിങ്. നമ്മുടെ നാട്ടിലെ പോലെ ബ്രേക്ക് ഒന്നും ഇടയ്ക്കില്ലായിരുന്നു. 2 hours കൊണ്ട് ഫിലിം കഴിഞ്ഞു. തിയേറ്ററിന്റെ ഔട്ടർ ഇങ്ങനെയായിരുന്നു കേട്ടോ. എന്തായാലും ലൈഫിൽ എപ്പോഴും ഓർത്തു വെക്കാവുന്നതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസുകളൊക്കെ അല്ലേ. ജർമ്മനിയിലെ ഫസ്റ്റ് കീനോ ഫിലിം എക്സ്പീരിയൻസ് എന്നെ കൂടുതൽ സന്തോഷവതിയാക്കി. അപ്പോൾ എങ്ങനെയുണ്ട് സെറ്റപ്പ്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ. സ്റ്റേ ട്യൂൺഡ് വിത്ത് മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. ഔഫ് വിഡർസേൻ.